ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ബ്രിക്ക് എന്നുള്ള ടോപ്പിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ബ്രിക്സ്. ഓക്കെ, ബ്രിക്കിനകത്ത് പല ഷേപ്സിന് അനുസരിച്ച് ബ്രിക്കിൻ്റെ ഷേപ്പാണ് നോക്കുന്നത്. ഓക്കെ, ഷേപ്സ് ഓഫ് ബ്രിക്സ്. അതിൽ ഫസ്റ്റ് വരുന്നത് ബുൾനോസ് ബ്രിക്ക് ആണ്. അപ്പോൾ ഈ ബുൾനോസ് ബ്രിക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്താണ് ബ്രിക്ക് മൗൾഡഡ് വിത്ത് എ റൗണ്ടഡ് ആംഗിൾ. ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് റൗണ്ടഡ് ആണ്. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുന്നത് ബുൾനോസ് ബ്രിക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ യൂസ്ഡ് ഫോർ റൗണ്ടഡ് ക്യൂൺ. റൗണ്ടഡ് ക്യൂൺ എന്ന് പറഞ്ഞാൽ എ കണക്ഷൻ വിച്ച് ഈസ് ഫോം വെൻ എ വോൾ ടേക്സ് എ ടേൺ ഈസ് നോൺ ആസ് എ ക്യൂൺ. അതായത് ഇവിടെ നിന്ന് ഈ വോൾ ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ടൊരു കണക്ഷൻ ഫോം ചെയ്യും അല്ലേ, അതിനെയാണ് നമ്മൾ ക്യൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് അപ്പോൾ ഈ ക്യൂണിൽ ബുൾനോസ് ബ്രിക്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ റൗണ്ടഡ് ക്യൂൺ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അടുത്ത് വരുന്നത് കോപ്പിംഗ് ബ്രിക്സ്. കോപ്പിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ദീസ് ബ്രിക്സ് ആർ മെയ്ഡ് ടു സ്യൂട്ട് ദ thickness of walls on which coping is to be provided. ഓക്കെ, തിക്നെസ് ആണ് കേട്ടോ ഇവിടെ. എന്താണ് നമ്മൾ കോപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു വാളിൽ അതിന്റെ തിക്നെസ് അതിന്റെ വാളിന്റെ തിക്നെസ്സിന് സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള ബ്രിക്സ് ആണ് കോപ്പിംഗ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോപ്പിംഗ് ചെയ്യുന്ന വാളിന്റെ തിക്നെസ് അതിന് സ്യൂട്ട് ആവുന്ന ബ്രിക്ക്, അതാണ് കോപ്പിംഗ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഈ കോപ്പിംഗ് ബ്രിക്സ് തന്നെ നമുക്ക് ചാംഫേർഡ് ബ്രിക്ക് ഉണ്ട്, ഹാഫ് റൗണ്ടഡ് ബ്രിക്ക് ഉണ്ട്, സാഡൽ ബാക്ക് ബ്രിക്ക് ഉണ്ട്. അപ്പോൾ ഓരോന്നിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഓരോന്ന് നമുക്ക് കാണാം വ്യത്യാസമാണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന കൗനോസ് ബ്രിക്ക്. കൗനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ബ്രിക്ക് മൗൾഡഡ് വിത്ത് ഡബിൾ ബുൾനോസ് ഓൺ എൻഡ്. നേരത്തെ നമ്മൾ ബുൾനോസ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ എന്തായിരുന്നു റൗണ്ടഡ് ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾ. ഓക്കെ, ബ്രിക്ക് മൗൾഡഡ് വിത്ത് ഡബിൾ ബുൾനോസ് ഓൺ എൻഡ്. അതായത് ഈ ഭാഗത്തെ ആംഗിളും ഈ ഭാഗത്തെ ആംഗിളും എന്താണ് റൗണ്ടഡ് ആണ്. അതാണ് കൗനോസ്. അടുത്ത കേർഡ് സെക്ടർ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻ ദ ഫോം ഓഫ് കേർഡ് സെക്ടർ ആണ്. ഓക്കെ, ഇവിടെ കാണാം ഒരു കേർഡ് സെക്ടറിന്റെ ഫോമിലാണ്. ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് സർക്കുലർ ബ്രിക്ക് മേസൺട്രി പില്ലേഴ്സ്. ഓക്കെ, ഇവിടെ മേസൺട്രി അല്ല മേസൺട്രി ആണ്, എം ആണ് കേട്ടോ. ബ്രിക്ക് ചിമ്നീസ് എക്സെട്ര. ഓക്കെ, അപ്പൊ ഈ ഒരു കേർഡ് സെക്ടർ ബ്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ സർക്കുലർ ബ്രിക്ക് മേസൺട്രി പില്ലേഴ്സിനും ബ്രിക്ക് ചിമ്നീസിനും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കർവ്ഡ് സെക്ടർ ബ്രിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് ഹോളോ ബ്രിക്സ് ആണ്. ഹോളോ ബ്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സെല്ലുലാർ അല്ലെങ്കിൽ ക്യാവിറ്റി ബ്രിക്സ് എന്നും ഇതിനെ നമ്മൾ അറിയപ്പെടും. ഇതിന്റെ വോൾ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രിക്ക് കൊണ്ടുണ്ടാക്കുന്ന വോളിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 20 to 25 mm വരെ ആയിരിക്കും. ഇത് നമ്മുടെ ലൈറ്റിന് ഹോളോ ബ്രിക്സ് അല്ല, ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ആണ്. യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിക്ക് പാർട്ടീഷൻ. ബ്രിക്ക് പാർട്ടീഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്, സൗണ്ട് ആൻഡ് ഡാമ്പ്. അപ്പൊ ഈ ഒരു ഹോളോ ബ്രിക്കിന്റെ പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത് വരുന്ന പാവിംഗ് ബ്രിക്സ്. പാവിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ദീസ് ബ്രിക്സ് ആർ പ്രിപ്പയർഡ് ഫ്രം ക്ലേ കണ്ടെയ്നിങ് ഹയർ പെർസെൻറ്റേജ് ഓഫ് അയൺ. ഹയർ പെർസെൻറ്റേജിലുള്ള ക്ലേയിൽ നിന്നാണ് നമ്മൾ എന്താ പാവിംഗ് ബ്രിക്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ എക്സസ് അയൺ എന്ന് പറയുന്നത് ഈ ബ്രിക്കിനെ ലോ ടെമ്പറേച്ചറിൽ തന്നെ വിട്രിഫൈ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ സച്ച് ബ്രിക്സ് റെസിസ്റ്റ് ബെറ്റർ ദ അബ്രസീവ് ആക്ഷൻ ഓഫ് ട്രാഫിക് കാരണമുള്ള അബ്രസീവ് ആക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ പാവിംഗ് ബ്രിക്സിന് നന്നായിട്ട് പറ്റും. ഇനി പാവിംഗ് ബ്രിക്സ് പ്ലെയിനും ഉണ്ട് ചെക്കേഡും ഉണ്ട്. ചെക്കേഡ് ബ്രിക്ക് ആണ് ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത പെർഫറേറ്റഡ് ബ്രിക്സ് ആണ്. ദീസ് ബ്രിക്സ് കണ്ടെയ്ൻ സിലിണ്ടറിക്കൽ ഹോൾസ് ത്രൂ ഔട്ട് ദെയർ തിക്നെസ്. ത്രൂ ഔട്ട് തിക്നെസ് എന്തുണ്ട് സിലിണ്ടറിക്കൽ ഹോൾസ് ഉണ്ട്. പിന്നെ ഇത് എന്താണ് ഹോൾസ് ഉള്ളത് കൊണ്ടാണ് ഇത് എന്താണ് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അതിന്റെ ക്ലേ ഒക്കെ ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ മതി. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൈഡ് ഓഫ് ബ്രിക്ക് ആൻഡ് എഡ്ജ് ഓഫ് പെർഫറേഷൻ. ഇപ്പൊ ഈ ഒരു ബ്രിക്ക് ഇതിപ്പോ വെറുതെ പറയുവാണ് കേട്ടോ. ഇവിടെ ഇതാണ് എന്റെ ബ്രിക്ക്. ആ ബ്രിക്കിന്റെ ഈ ഒരു എഡ്ജും പിന്നെ അത് സൈഡ് ഓഫ് ബ്രിക്ക്. ഓക്കെ, ഇതാണ് ബ്രിക്കിന്റെ സൈഡ് എന്ന് ചോദിക്കുക. അതിന്റെ എഡ്ജ് ഓഫ് പെർഫറേഷൻ ഇവിടെ ആയിട്ട് ഒരു പെർഫറേഷൻ വരുന്ന ചോദിക്കുക. അതിന്റെ എഡ്ജും തമ്മിൽ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 15 mm ആയിരിക്കണം. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 15 mm. അതുപോലെ തന്നെ അടുത്തടുത്തുള്ള സക്സസീവ് പെർഫറേഷൻസിന്റെ എഡ്ജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നോട്ട് ലെസ് ദാൻ 10 mm ആണ്. ഇനി വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ 24 hourൽ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷുഡ് നോട്ട് എക്സീഡ് എന്താണ് 15% ബൈ വെയിറ്റ്. അടുത്ത ഒരു പോയിന്റ് അറിയേണ്ടത് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 75 kg/cm²നെക്കാളും ഷുഡ് നോട്ട് ലെസ് ദാൻ ആണ്. ഓക്കെ, കുറയാൻ പാടില്ല. ഓക്കെ, ഓൺ ഗ്രോസ് ഏരിയ. ഗ്രോസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഇവിടെ പെർഫറേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പെർഫറേഷൻസിന്റെ ഏരിയയും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത്. നെറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് ഈ പെർഫറേഷൻസിന്റെ ഏരിയ മാറ്റിയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കംപ്രസീവ് സ്ട്രെങ്ത് പറഞ്ഞിരിക്കുന്ന ഗ്രോസ് ഏരിയയുടെ ടേംസിലാണ്. സോ 75 kg/cm² ആണ് കംപ്രസീവ് സ്ട്രെങ്ത്. ഓക്കെ, ദെൻ പർപ്പസ് മെയ്ഡ് ബ്രിക്ക്. പർപ്പസ് മെയ്ഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ
നമുക്ക് ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സ്പ്ലേ അല്ലെങ്കിൽ കാൺ ബ്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡോസിന്റെ വിൻഡോസിന്റെ ജാംസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ആർച്ച് ബ്രിക്ക് എന്നതെല്ലാം വെഡ്ജ് ഷേപ്ഡ് ആണ്. എന്തിനാണ് വെഡ്ജ് ഷേപ്പ് ആക്കുന്നത് കഴിഞ്ഞാൽ ടു കീപ് മോർട്ടാർ ജോയിന്റ് ഓഫ് യൂണിഫോം തിക്നെസ്സിലുള്ള മോർട്ടാർ ജോയിന്റ്സിനെ കീപ്പ് ചെയ്യാനാണ് ആർച്ച് ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഓർണമെന്റൽ ബ്രിക്സ് ഉണ്ട്, അതായത് കോർബൽസും കോർണിക്സിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓർണമെന്റൽ ബ്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രിക്കിന്റെ ഷേപ്സ് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.